ഓം ശാന്തി. സർവസങ്കൽപ്പങ്ങളെയും ഒതുക്കി സ്വയം ഞാൻ ഈ ശരീരത്തിൽ നിന്നും ഭിന്നമായ അനുഭവം ചെയ്യുന്നു. ഞാൻ ഒരു ജ്യോതി ബിന്ദു ആത്മാവാകുന്നു. ജ്യോതി ബിന്ദുവായി സർവശക്തിവാൻ ശിവബാബയെ ഓർമ്മിക്കുന്നു. പ്രിയ ബാബ പരമധാമത്തിൽ നിന്നും വന്നിരിക്കുന്നു. സത്യമായ ഗൈഡായി സത്യമായ തീർത്ഥസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. ബാബയുടെ പാവന കിരണങ്ങൾ എൻ്റെ മനസ്സും ബുദ്ധിയും ശീതളമാക്കുന്നു. ഒരു ഭാഗത്ത് ശീതളമാക്കുന്നു, മറുഭാഗത്ത് യോഗാഗ്നി. ബാബയുടെ ഓർമ്മയിൽ പ്രജ്വലിതമായ യോഗാഗ്നി എൻ്റെ സർവവികർമ്മങ്ങളും വിനാശമാക്കുന്നു, ഭസ്മമാക്കുന്നു. ഞാൻ പരമാത്മാവിൻ്റെ മടിയിലിരിക്കുന്നു. എനിക്ക് ഓർമ്മ വരുന്നു, എൻ്റെ സത്യമായ വീട് പരമധാമമാണ്. അവിടെ പരമമായ ശാന്തിയാണ്. സർവ ആത്മാക്കളും നിരാകാരി സ്വരൂപത്തിൽ വിരാജമാനായിരിക്കുന്നു. പ്രിയ ബാബ എന്നെ പരമധാമത്തിലേക്ക് വിളിക്കുന്നു. സത്യഖണ്ഡത്തിന്റെ നിവാസി സ്വർഗവാസിയാകൂ. ഞാൻ ആ സത്യഖണ്ഡത്തിന്റെ നിവാസിയാണ്. എവിടെ ദുഃഖമില്ല, ഭയമില്ല, വികാരമില്ല, കേവലം ആനന്ദം, സുഖവും ശാന്തിയും. ശിവബാബ എനിക്ക് തന്നിരിക്കുന്ന സന്ദേശം എല്ലാ ആത്മാക്കൾക്കും നൽകണം. ഞാൻ പരമാത്മാവിൻ്റെ ദൂതനാണ്. സർവർക്കും ഈ സന്ദേശം നൽകുന്നു. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. പരമപിതാവിനെ ഓർമ്മിക്കൂ. ഓർമ്മയുടെ അഗ്നിയിൽ വികർമ്മം വിനാശമാകും. സ്വയം പരമാത്മാ ശിവബാബ സത്യമായ ഗൈഡായി വന്നിരിക്കുന്നു. സത്യമായ തീർത്ഥത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ പരമാത്മാവിൻ്റെ സന്ദേശവാഹകനാണ്. ഇത് ഈശ്വരീയ മിഷനറിയാണ്. എല്ലാവരെയും ഈശ്വരൻ്റെതാക്കി മാറ്റി പരിധിയില്ലാത്ത സമ്പത്തിന് അർഹരാക്കണം. സ്ഥിതി ത്രേതായുഗത്തിൻ്റെതാകുമ്പോൾ, സദോ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ കർമ്മേന്ദ്രിയങ്ങളുടെ ചഞ്ചലത സമാപ്തമാകുന്നു. ഞാനിപ്പോൾ മടക്കയാത്രയിലാണ്. പതിതമാകുന്ന തരത്തിലുള്ള ഒരു കർമ്മവും ചെയ്യില്ല. അവിനാശിയായി സർജൻ നിർദ്ദേശിക്കുന്ന പരിധിയിലൂടെ മുമ്പോട്ടു പോകുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു. ഞാൻ മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നു. ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന നടക്കുന്നു. ഇതിൽ യുദ്ധമില്ല,
ബാബയെ ഓർമ്മിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യണം. രചയിതാവായ ബാബയെ തന്നെ ഓർമ്മിപ്പിക്കുന്നു, മറ്റാരുടെയും ഓർമ്മ വരരുത്. ഞാൻ ആത്മാ 84 ജന്മങ്ങളെടുത്ത് താഴേക്കിറങ്ങി വന്നിരിക്കയാണ്. ഇപ്പോൾ തിരിച്ചു പോകാനുള്ള സമയമാണ്. എല്ലാവർക്കും സദോ പ്രധാനാവസ്ഥയിലേക്ക് തിരിച്ചു പോകണം. ഞാൻ എൻ്റെ ചാർട്ട് നോക്കുന്നു. എത്ര പാപം ചെയ്തു, എത്ര പുണ്യം ചെയ്തു. ബാബ പറഞ്ഞു തരികയാണ്, ഞാൻ ശാന്തിധാമത്തിൽ പവിത്രമായിരുന്നു. ഇപ്പോൾ വീണ്ടും ശാന്തിധാമത്തിലേക്ക്, സുഖധാമത്തിലേക്കുള്ള വഴി പറഞ്ഞു തരുന്നു. ഇതെന്റെ അന്തിമ ജന്മമാണ്. ചരിത്രം തീർച്ചയായും ആവർത്തിക്കും. ബാബ എനിക്ക് ലൈറ്റ് ഹൗസ് എന്ന ടൈറ്റിൽ നൽകിയിരിക്കുന്നു. ഒരു കണ്ണിൽ മുക്തിധാമം, മറുകണ്ണിൽ ജീവൻ മുക്തിധാമം. ഈ കണ്ണുകൾ കൊണ്ട് കാണുന്നതെല്ലാം മറന്നു ശാന്തിധാമത്തെ ഓർമ്മിക്കുന്നു. ആത്മാവ് തൻ്റെ ബാബയെ ഓർമ്മിക്കുന്നു. ഇതാണ് അവ്യഭിചാരിയായ ജ്ഞാനം. ഞാൻ ഒരു ബാബയുടേതായി മാത്രം മാറുന്നു. എനിക്ക് ബാബയുടെ അടുത്തേക്ക് പോകണം. ഈ ശരീരം പഴയതും ജീർണിച്ചതുമാണ്. ഇതിനോട് മമത്വമില്ല. എൻ്റേത് പരിധിയില്ലാത്ത സന്യാസമാണ്. ഓർമ്മയിലിരുന്ന് ശരീരം ഉപേക്ഷിക്കാൻ സാധിക്കും. ഓർമ്മയിലിരുന്ന് സ്വദർശന ചക്രധാരിയായി മാറുകയാണെങ്കിൽ എവിടെയാണെങ്കിലും ഉയർന്ന പദവി പ്രാപ്തമാക്കാൻ സാധിക്കും. ശരീരത്തെ സംരക്ഷിക്കണം, എന്നാൽ മമത്വം വെക്കരുത്. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. 3 സേവനങ്ങളുടെയും സന്തുലനത്തിലൂടെ സർവഗുണങ്ങളുടെയും അനുഭൂതി ചെയ്യിക്കുന്ന ഗുണമൂർത്തിയാകൂ. സങ്കല്പം, വാക്ക്, കർമ്മത്തിലൂടെയും സേവനത്തിൽ തത്പരനായിരിക്കുന്നവർ സഫലതാമൂർത്തിയാകുന്നു. 3 സേവനത്തിലും സന്തുലനമുണ്ടെങ്കിൽ പാസ് വിത്ത് ഓണർ അഥവാ ഗുണമൂർത്തിയാകുന്നു. അവരിലൂടെ സർവ ദിവ്യ ഗുണങ്ങളുടെയും അലങ്കാരം സ്പഷ്ടമായി കാണപ്പെടുന്നു. ബാബയുടെ ഗുണങ്ങളുടെ അഥവാ സ്വയത്തിന്റെ ധാരണകളുടെ ഗുണങ്ങളുടെ സഹയോഗം നൽകുക തന്നെയാണ് ഗുണമൂർത്തിയാകുന്നത്. ഗുണദാനം ഏറ്റവും വലിയ ദാനമാണ്. നിശ്ചയമാകുന്ന അടിത്തറ ഉറച്ചതാണെങ്കിൽ ശ്രേഷ്ഠ ജീവിതത്തിന്റെ അനുഭവം സ്വതവേ ഉണ്ടാകുന്നു. അവ്യക്ത സൂചനയാണ്. കർമാതീതർ കർമ്മഭോഗത്തിനു വശപ്പെടാതെ യജമാനനായി കർമ്മ കണക്കുകൾ തീർപ്പാക്കുന്നു. കർമ്മയോഗിയായി കർമ്മഭോഗം തീർപ്പാക്കുക, ഇതാണ് കർമാതീത സ്ഥിതിയുടെ ലക്ഷണം. അഭ്യാസം ചെയ്യൂ. ഇപ്പോഴിപ്പോൾ കർമ്മയോഗി, ഇപ്പോഴിപ്പോൾ കർമാതീത സ്ഥിതി. ഓം ശാന്തി.